അപ്പോൾ മക്കളെ ഇന്ന് ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പലിൻ്റെ അല്ല നിലക്കടല ചമ്മന്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. അപ്പോഴേക്ക് രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. കണ്ടില്ലേ, ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ മെയിനായിട്ട് കപ്പലണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ കുറച്ച് പേര് ഞങ്ങളുള്ളതുകൊണ്ട് 100 ഗ്രാം കപ്പലണ്ടി, ഒരു പിന്നെ 1/2 കപ്പ് തേങ്ങ, അതായത് ഒരു അരമുറി തേങ്ങ, പിന്നെ ഒരു 10ഓളം ചെറിയ ഉള്ളിയാണ് രുചി, ഒരു കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, പിന്നെ കപ്പലണ്ടി നമ്മൾ ആദ്യം വറുത്ത് കോരി എടുക്കുക, കാരണം ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ മൂപ്പിച്ചിങ്ങനെ എടുത്തെങ്കിലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പച്ചയൊന്നും ചുവയ്ക്കത്തില്ല. നമ്മൾ ഇതിനകത്ത് എന്നിട്ട് നമ്മൾ തെന്നിച്ച് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെയും കൂടി ഇട്ട് ആ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയാണ്. അധികം മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്താൽ മതി. പിന്നെ എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് എല്ലാം മൂപ്പിച്ച് വറുത്ത് കോരി എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ നമ്മൾ വെക്കും. തണുത്തതിന് ശേഷം എടുക്കത്തുള്ളൂ. ഒരു തുണ്ട് പുളി വേണേൽ ചേർക്കാം, പക്ഷേ അതിനാവശ്യമില്ല കേട്ടോ. അപ്പോൾ പുളിയില്ലാത്ത ഇഡ്ഡലി ദോശയാണ്. നമ്മളിനി തണുത്തു, നമുക്കിനി ഇത് മിക്സിക്കകത്തിട്ട് അരയ്ക്കാൻ തേങ്ങായി വിട്ടു. അപ്പോൾ നമ്മളിതിലേക്ക് തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ അരയ്ക്കുന്നത്. കാരണം നമ്മൾ ഈ കറി തിളപ്പിക്കുന്നില്ല, അതുകൊണ്ട് തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ച് ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം അരയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ കപ്പലണ്ടി ആയതുകൊണ്ട് അരയത്തില്ല, തെന്നി കിടക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അരയ്ക്കണം. എന്നിട്ട് ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുഴച്ച് കഴിക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ നല്ല ലൂസായിരിക്കണം. അപ്പോൾ നമ്മൾ മുക്കി കഴിക്കാനായാലും കുഴച്ച് കഴിക്കാനായാലും അതനുസരിച്ച് നമ്മൾ നല്ല വെള്ള ചമ്മന്തി, കണ്ടില്ലേ, നമ്മൾ തൊലിയൊക്കെ കപ്പലിൻ്റെ തൊലിക്ക് ഗുണമാണെങ്കിൽ പോലും നമ്മൾ വെള്ള ചമ്മന്തി ആവണമെന്നുണ്ടെങ്കിൽ തൊലി കളയണം. അങ്ങനെ നല്ല വെള്ള ചമ്മന്തി ഇവിടെ റെഡിയായി മക്കളെ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് തിളപ്പിച്ചരച്ച വെള്ളമാണ് ചേർത്തത്. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി വെച്ചു. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് 2 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്ത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ച് 2 കറിവേപ്പില ഇട്ട് കൂട്ടി ഇളക്കി മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ചമ്മന്തി കറി ഇവിടെ റെഡിയായി. ചമ്മന്തി കറിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇഡ്ഡലിയുടെ കൂടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും എടുത്തു, നമ്മുടെ ഈ ടേസ്റ്റി ചമ്മന്തി ഒഴിച്ച് നമുക്ക് ഹെൽത്തി പ്രോട്ടീൻ ആണല്ലോ, പ്രോട്ടീന് ആണ്, നാരുമാണ് കപ്പലണ്ടി. അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മക്കളെ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. അപ്പം മക്കളെ ശരി, നന്ദി.